സന്നിധാനത്ത് തോരാ മഴയാണ്. കഴിഞ്ഞ 4 ദിവസമായി പെയ്യുന്ന മഴയ്ക്ക് ഇന്നും ശമനമില്ല. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമെല്ലാം കനത്ത മഴ പെയ്യുന്നു. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് രാവിലെ അനുഭവപ്പെടുന്നത്. ഇന്നലെ 28,337 ഭക്തജനങ്ങൾ ദർശനം നടത്തി. അതിന് മുൻപുള്ള ദിവസവും 20,000 ഭക്തജനങ്ങളും, നട തുറന്ന ദിവസം 9,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തി. ശരാശരിക്ക് മുകളിൽ ദർശനത്തിരക്ക് ഈ കർക്കിടക മാസ പൂജാ നാളുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളാണ് മലയാളികളെക്കാൾ കൂടുതൽ ദർശനത്തിന് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയും കർക്കിടക മാസ പൂജാ നാളുകളിൽ ഉണ്ട്. 28,337 ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തിയപ്പോൾ അതിൽ 14,000-ഓളം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരായിരുന്നു. ബാക്കി കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വർധനവുള്ളപ്പോൾ 6,000 ഭക്തജനങ്ങൾ മാത്രമാണ് ഇന്നലെ മലയാളികൾ ദർശനത്തിന് എത്തിയത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. സാധാരണ മാസപൂജാ നാളുകളിൽ മലയാളികൾ കൂടുതലായി എത്തുമ്പോൾ കർക്കിടക മാസ പൂജാ നാളുകളിൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നു എന്നുള്ള പ്രത്യേകത ഇത്തവണ ഉണ്ട്. മഴ തോരാതെ തന്നെ നിൽക്കുന്നു. മല കയറി എത്തുന്ന ഭക്തജനങ്ങളും ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്ന ഭക്തജനങ്ങളും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. പമ്പയിൽ ഇറങ്ങുന്ന ഭക്തജനങ്ങളും അതീവ ജാഗ്രതയോടുകൂടി പമ്പാ സ്നാനവും ഒക്കെ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മല കയറുന്ന ഭക്തജനങ്ങളും മല ഇറങ്ങുന്ന ഭക്തജനങ്ങളും മഴ കൂടുതലായി ഉള്ളതുകൊണ്ട് തന്നെ, കനത്ത മഴയുള്ളത് കൊണ്ട് തന്നെ വഴുക്കൽ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. ജാഗ്രതയോടുകൂടി മല കയറണം, മല ഇറങ്ങണം. ഒപ്പം വലിയ വൃക്ഷങ്ങൾക്ക് സമീപത്ത് നിലയുറപ്പിക്കുക, വൈദ്യുത ലൈനുകളിൽ സ്പർശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ജാഗ്രതയോടുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ മല കയറി എത്തണം എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ഈ സാഹചര്യത്തിൽ, കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഭക്തജനങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും ഒക്കെ ധാരാളമായി എത്തുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണ് ഇത്. വരും മണിക്കൂറുകളിലും ഭക്തജന തിരക്ക് കൂടുതലായി ഉണ്ടായേക്കും എന്ന സൂചന നൽകുന്ന തിരക്കാണ് രാവിലെ അനുഭവപ്പെടുന്നത്. വാരാന്ത്യമായതുകൊണ്ട് തന്നെ ഇന്നും നാളെയും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടേക്കാം. മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങളും എത്തുന്നു എന്നുള്ള കാര്യവും ഈ ദിവസങ്ങളിലെ പ്രത്യേകതയാണ്. തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് മാസപൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. 6:30 ദീപാരാധനയുണ്ട്. ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ ദിവസവും പടിപൂജയുണ്ട്. രാത്രി 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. ഫ്ലൈ ഓവറും നേരിട്ടുള്ള ദർശന ക്രമീകരണവും കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽ പുറവഴി നേരിട്ടുള്ള ദർശന ക്രമീകരണവും ഒരുപോലെ ക്രമീകരിച്ചുകൊണ്ടാണ് ദർശനം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ സമയവും ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ദർശനം ക്രമീകരിക്കുന്നത്. തിരക്ക് കൂടുതൽ ഉള്ളതുകൊണ്ട് തിരക്ക് കുറയുന്ന സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള ദർശന ക്രമീകരണവും വഴിയും ഭക്തജനങ്ങൾക്ക് ദർശനം സാധ്യമാക്കുന്നു. കൂടുതൽ സമയം ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിൻ്റെ കൂടുതൽ ഭാഗവും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. നല്ല മഴ, തണുത്ത പ്രഭാതം, മഴയും മഞ്ഞുമൊക്കെ ചേർന്ന അതീവ തണുപ്പോട് കൂടിയ കാലാവസ്ഥയാണ് രാവിലെ സന്നിധാനത്ത് ഉള്ളത്. പക്ഷേ മഴയായാലും വെയിലായാലും അയ്യപ്പനെ കാണുന്നതിന് അതിനൊന്നും തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ വലിയ തിരക്കും സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. മഴയുള്ള തണുത്ത പ്രഭാതത്തിൽ അയ്യപ്പ ദർശന സായുജ്യം നേടി മലയിറങ്ങുകയാണ് ഭക്തജനങ്ങൾ എല്ലാവരും. സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങളുടെ വലിയ സഞ്ചയവും കാണാം ഈ മഴ സമയത്ത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും വലിയ തിരക്ക്, കുഞ്ഞുങ്ങളുമൊക്കെയായി എത്തുന്ന ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.